ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് S25 അൾട്രനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടോളി, ഫുള്ളായിട്ട് ഞാൻ റിവ്യൂ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. S25 അൾട്രനെ കുറിച്ച് പറയാനൊന്നുമില്ല, അടിപൊളി തന്നെയല്ലേ, മാരക സാധനമല്ലേ, എലൈറ്റ് ചിപ്പൊക്കെ ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നല്ല മാറിയിട്ടുണ്ട്. S23 നല്ല കർവിഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കർവിഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ കുറച്ച് പ്രീമിയം ലുക്കൊക്കെ വന്നു കേട്ടോ, നല്ല അടിപൊളി പ്രീമിയം ലുക്ക് തന്നെ വന്നു. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ എഫിൻ്റെ ഒക്കെ ലുക്കില്ല, ആ ഒരു ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് സൈസ് കൂടിയെന്നുള്ളൂ, പക്ഷെ അടിപൊളിയായി. ഇപ്പോൾ അത്യാവശ്യം അടിപൊളി തന്നെ കേട്ടോ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എലൈറ്റ് ചിപ്പാണ് വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ 4.47 GHz ആണ് വരുന്നത്. പിന്നെ 12 GB റാമാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡൈനാമിക് AMOLED 2H ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഗുർല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ. റിയൽ ക്യാമറയിൽ വരികയാണെങ്കിൽ 200 MB 10X ഒപ്റ്റിക്കൽ സൂമും വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും കൂടി ഉള്ളൊരു ക്യാമറ ആണ് വരുന്നത്. അതുപോലെ തന്നെ 50 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 10 MB ടെലപ്പോർട്ടോ 3X ഒപ്റ്റിക്കൽ സൂമിൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഒരു 50 MB 100X സൂം ചെയ്യുന്ന ഡിജിറ്റൽ ക്യാമറ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് 100X സൂം ചെയ്യാൻ മാത്രമാണ്. LED ഫ്ലാഷ് വരുന്നുണ്ട്. 8K 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നോക്കണമെങ്കിൽ 12 MB വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 5000 mAh അതുപോലെ തന്നെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഇപ്പം ഇറങ്ങിയ 2025 ഫോണായതുകൊണ്ട് അത്യാവശ്യം അടിപൊളി തന്നെ ഈ കാരണം. പോരാത്തിന് എലൈറ്റ് ചിപ്പും പുതിയ മോഡലൊക്കെ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള പുതിയ ചിപ്പും വരും. അതിനനുസരിച്ച് പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കും. ബട്ട് എന്നാലും നമുക്കൊരു അടിപൊളി ഒരു ഫീലിംഗ് ഫോണാണ് കേട്ടോ. അടിപൊളിയാണ്, കാണാൻ തന്നെ ഒരു ഭയങ്കര ലുക്കും കാര്യങ്ങളുള്ള ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളി തന്നെയാണ്, അടിപൊളി ഫോൺ തന്നെയാണ്. എലൈറ്റ് ചിപ്പൊക്കെ ആയതുകൊണ്ട് ക്യാമറൻ്റെ കാര്യത്തിൽ അധികം കുറവും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളി തന്നെ. കാരണം ക്യാമറ 100X ഒക്കെ സൂം ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബൂട്ടപ്പ് ടൈം പറഞ്ഞാൽ 14 സെക്കൻഡാണ് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കുത്തി പൊട്ടിച്ച് എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.